ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകി ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ 2-ാമത്തെ അധ്യായം ആണ് പഠിക്കുന്നത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്. അപ്പോൾ ആദ്യത്തെയും 2-ാമത്തെയും ചോദ്യത്തിന് ഉത്തരം ഇവിടെ നമ്മൾ ഇന്നലെ പഠിച്ചു. അതായത് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്. ഇതായിരുന്നു സൂത ഗോസ്വാമിയോട് ചോദിച്ചിട്ടുള്ള ശൗനകാദി ഋഷികൾ ചോദിച്ച ആദ്യത്തെ 1ഉം 2ഉം ചോദ്യങ്ങൾ. അപ്പോൾ അതിനുള്ള ഉത്തരം ശ്ലോകം 6ലും 7ലുമായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഇന്നലെ തന്നെ 8ാമത്തെ ശ്ലോകം, വർണ്ണാശ്രമധർമ്മം പരോധർമ്മത്തിലേക്ക്, പരോധർമ്മം എന്താണ്, ഭക്തിയുത സേവനങ്ങൾ അല്ലേ, പരോധർമ്മത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ശ്രമ ഏവഹി കേവലം എന്നുള്ളത് നമ്മൾ കണ്ടു. അതായത് ആ വർണ്ണാശ്രമധർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഭക്തിയുത സേവനങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ, വെറും ഇന്ദ്രിയ സുഖഭോഗങ്ങളാണെങ്കിൽ, അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണെന്ന് പറയുന്നു. ആ ഒരു ധർമ്മം, നൈമിത്തിക ധർമ്മത്തിന് അർത്ഥമില്ലാതെ മാറുന്നു. അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ മുന്നോട്ട് നോക്കാം. 9ാമത്തെ ശ്ലോകം എന്ത് പറയും നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ വർണ്ണാശ്രമധർമ്മം പരോധർമ്മമല്ല എന്നുള്ളതും നമ്മൾ, വർണ്ണാശ്രമധർമ്മം പരോധർമ്മമല്ല, പരോധർമ്മത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് നമ്മൾ ഓർക്കണം. വർണ്ണാശ്രമധർമ്മം ഒരു പ്ലാറ്റ്ഫോമാണ് പരമമായിട്ടുള്ള ധർമ്മത്തിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ അതായത് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഭഗവാനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അത് ധർമ്മമാണ്, സംശയമില്ല. എന്നാൽ പരോധർമ്മമാണോ ചോദിച്ചാൽ അല്ല. പരോധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ മാത്രം, ശ്രവണം, കീർത്തനം, സ്മരണം, അത് മാത്രമാണ്. അതാണ് പരമമായിട്ടുള്ള ധർമ്മം, ഭഗവാനെ സേവിക്കുന്നത്. വർണ്ണാശ്രമധർമ്മത്തിൽ ഒരുപാട് വേറെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നു. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, സമൂഹത്തിലെ കാര്യങ്ങൾ, കുറേ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്. അതൊന്നും ആ പരിശുദ്ധ ഭക്തിയുത സേവനങ്ങളിൽ അത് വരുന്നില്ല. ഓക്കെ, അത് എന്നാൽ നമ്മളെ ശുദ്ധഭക്തിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അത് ഭക്തിയുത സേവനത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്നാൽ അൾട്ടിമേറ്റ്ലി നമ്മളെ ശുദ്ധഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് വർണ്ണാശ്രമധർമ്മം. വർണ്ണാശ്രമധർമ്മം പരോധർമ്മമല്ല, എന്നാൽ പരോധർമ്മത്തിലേക്ക് നയിക്കുന്ന ധർമ്മമാണ്. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ വർണ്ണാശ്രമധർമ്മം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് പരോധർമ്മമല്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. എന്നാൽ ഇതെന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, ഈ ധർമ്മം, വർണ്ണാശ്രമധർമ്മത്തിൻ്റെ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ പറയുന്നതാണ്. അതായത് നമ്മളെ മുക്തിയിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങളിലേക്ക്, പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. അതിൻ്റെ ഒരു തീം, ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. വർണ്ണാശ്രമധർമ്മം നമ്മളെ എത്തിക്കുന്നത് മുക്തിയിലേക്കാണ്. നമുക്ക് നോക്കാം. ശ്ലോകം 9. ധർമ്മസ്യ ഹി ആപവർഗസ്യ നാർത്തോ ഋതായോപകൽപ്പത്തെ നാർത്തസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. കൃഷ്ണകുമാരി മാതാജി ഉണ്ടോ? ഓക്കെ. ജ്യോതി ലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ. വായിക്കൂ. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പത്തെ നാർത്ഥസ്യ
ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അഖില ധർമ്മ കർമ്മങ്ങളും നിശ്ചയമായും പരമമുക്തിയെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഭൗതിക നേട്ടങ്ങൾക്കായി അവ ഒരിക്കലും അനുഷ്ഠിക്കരുതെന്നു മാത്രമല്ല, ഋഷിശ്രേഷ്ഠരുടെ മതമനുസരിച്ച് പരമധർമ്മ നിരതനായ ഒരുവൻ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളെ ഇന്ദ്രിയ സംതൃപ്തിക്കായി ഉപയോഗിക്കരുത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ഇവിടെ പറയുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഈ ധർമ്മമെല്ലാം വർണ്ണാശ്രമധർമ്മമെല്ലാം ധർമ്മസ്യ ഹി അപവർഗസ്യ, അത് എവിടേക്കാണ് എത്തുന്നത്? അപ്പോൾ അപവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയാണ് ഉദ്ദേശിക്കുന്നത്. മുക്തിയിലേക്ക് നയിക്കുന്നു എന്ത്? ഈ വർണ്ണാശ്രമധർമ്മം. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വർണ്ണാശ്രമധർമ്മം നമ്മൾ പാലിക്കേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല വർണ്ണാശ്രമധർമ്മം. വർണ്ണാശ്രമധർമ്മം നമ്മളെ മുക്തിയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണോ വർണ്ണാശ്രമധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്താണോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുക്തിയിലേക്കാണ് എത്തുന്നത്. അല്ലാതെ ആ ധർമ്മം ഉപയോഗിച്ച് നമ്മൾ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലേ? അത് ധനമാവാം, പേരാവാം, പ്രശസ്തിയാവാം, എന്ത് വേണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് വർണ്ണാശ്രമധർമ്മത്തിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇന്ദ്രിയ സുഖഭോഗമല്ല അതിൻ്റെ ലക്ഷ്യം, അതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി മനോഹരമായിട്ട് ഭാവാർത്ഥത്തിൽ പറയുന്നു. കഴിഞ്ഞ രണ്ട് ശ്ലോകം മുമ്പുള്ള കാര്യം പ്രഭുപാദ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ശുദ്ധ ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും കിട്ടുന്നു എന്നുള്ളത്. വൈരാഗ്യവും നമുക്ക് നേടാൻ സാധിക്കുന്നു. ശരിയായിട്ടുള്ള ജ്ഞാനവും പിന്നെ വൈരാഗ്യവും ഭൗതിക കാര്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ഡിറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ വിരക്തി നമുക്ക് നേടാൻ സാധിക്കുന്നു. അത് എങ്ങനെയാണ്? ഭക്തിയുത സേവനങ്ങളിലൂടെ. പിന്നെ പ്രഭുപാദ് പറയുന്നത്, ആളുകൾ പല രീതിയിലും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഫലം പ്രതീക്ഷിക്കുന്നു. ആളുകൾ എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ഈ ലോകത്തുള്ളൊരു പ്രശ്നം അതാണ്. എല്ലാവരും എനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നാൽ ഞാൻ ചെയ്യാം. ഈവൺ മതങ്ങൾ പോലും, മതം എന്ന് പറയുന്ന റിലീജിയനോ എന്താണെങ്കിലും വേണമെങ്കിൽ പറയാം നമുക്ക്, ആ കാര്യം പോലും നമ്മുടെ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനെ സേവനം ചെയ്യാനോ, അത് ഏത് ജാതിയാവട്ടെ മതമാവട്ടെ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന ആളുകളില്ല. ഓക്കെ, അത് ഹിന്ദു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എടുത്താൽ പോലും സനാതനധർമ്മമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ഫോളോ ചെയ്യുന്നില്ല. അത് വേറെ പ്രോബ്ലം. പിന്നെ വേറെ സമുദായങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരവരുടേതായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ജാതിയാവട്ടെ ഈ മതമൊക്കെ തന്നിട്ടുള്ളത് ഇതെല്ലാം ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തിയുത സേവനങ്ങളിലേക്ക് ഉള്ള കാര്യമാണത്. അല്ലാതെ ഇന്ദ്രിയ നേട്ടങ്ങൾ, ഇന്ദ്രിയ സുഖഭോഗങ്ങളല്ല എന്നുള്ളതാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇന്നത്തെ കാലത്ത് പക്ഷേ അങ്ങനെയുള്ളത് പോലും, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ധർമ്മം, നമ്മൾ മതം എന്ന് പറഞ്ഞ് അതിനെ കുറയ്ക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ധർമ്മമാണത്. വേറെ പല രൂപത്തിൽ പല പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ അവരെ ദൈവത്തെ കാണുന്നത് ഓരോ രീതിയിലാണ് എന്നുള്ളത് വ്യത്യാസമുള്ളൂ. അല്ലാതെ ശരിക്കും പറയുകയാണെങ്കിൽ അണ്ടർലൈനിങ് പ്രിൻസിപ്പിൾ സെയിം ആണ് ശരിക്കും. പക്ഷേ അതിൽ ഒരുപാട് ഡീവിയേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഒരു ദൈവമേ ഉള്ളൂ, ഒരു പരമദിവ്യത്വം പുരുഷൻ ഒന്നേ ഉള്ളൂ. പക്ഷേ പല പേരുകളിൽ അറിയപ്പെടുന്നു, പല രീതിയിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അതായത് നമ്മുടെ കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് ഏത് ധർമ്മമാണെങ്കിലും ഏത് മതമാണെങ്കിലും ശരിക്കും അതാണ് വേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും അത് ഭഗവാൻ ഭക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിൽ പോലും തിരിച്ച് എന്ത് കിട്ടും, എനിക്ക് എന്താണ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നത്, എന്ത് നേട്ടമാണ് എനിക്കുള്ളത്, അത് നേട്ടമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന കേസ് തന്നെ എടുത്താൽ തന്നെ ഈ അമ്പലത്തിൽ പോകുന്ന ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 99% ആൾക്കാരും അവിടെ പോകും. ചിലപ്പോൾ ദേവതമാരുടെ അമ്പലമായിരിക്കും, കൃഷ്ണൻ്റെ ആവാം, വിഷ്ണുവിൻ്റെ ആവാം, അന്യദേവതമാരുടെ അമ്പലങ്ങളിലൊക്കെ ആണ് കൂടുതൽ തിരക്കുള്ളത്. എനിവേ എവിടെ വേണമെങ്കിൽ പൊക്കോട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ 99.9% ആൾക്കാരും അവിടെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാനോ അല്ലെങ്കിൽ ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും അതിൽ നിന്ന് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ പോകുന്നില്ല. എത്ര പേരോ ഭഗവാനെ കാണണം, ഭഗവാനെ സേവിക്കലാണ് എൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഭക്തിയുത സേവനങ്ങളാണ് പരമധർമ്മം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ദർശനം എടുക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ ലിസ്റ്റുമായിട്ട് പോകുന്നതുകൊണ്ടും ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 99.9% ആൾക്കാരും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. അത് അന്യദേവതന്മാരുടെ അമ്പലങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ആ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ ധർമ്മം, ശരിയായിട്ടുള്ള ധർമ്മം, പരമധർമ്മത്തിലേക്കുള്ള കാര്യം, അതിൽ പോലും ഭൗതികമായിട്ടുള്ള പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അധപതിച്ചു എന്ന് ആലോചിച്ച് നോക്കും. അതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആളുകൾ ഓടി നടന്ന് പൈസ ഉണ്ടാക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാത്തിനും ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, ഇന്ദ്രിയങ്ങൾ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ തെറ്റാണെന്ന് പറയുകയാണ് ഭാഗവതം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ധർമ്മം തന്നിട്ടുള്ളത്, വർണ്ണാശ്രമധർമ്മം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? തീർച്ചയായിട്ടും മുക്തിയിലേക്ക് നയിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ ഭൗതികമായിട്ടുള്ള ഒന്നും നേടാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം നേരത്തെ നമ്മൾ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങൾ മുമ്പ് വായിച്ചു. ആധ്യാത്മ ദീപം, ടോർച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. അതീന്ദ്രിയ തലത്തിലുള്ള ടോർച്ച്, വെളിച്ചമാണ്. കാര്യം സത്യം പറയാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ്? ഇപ്പോൾ ഭാഗവതം ഇത്രയും വളരെ ക്ലിയറായിട്ട് പറയുന്നു, ഭഗവത്ഗീത വളരെ ക്ലിയറായിട്ട് പറയുന്നു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യരുടെ ധർമ്മം എന്താണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത് സാധിക്കുന്നത് ശാസ്ത്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഗുരു സാധു ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു മഹാകാരുണ്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം പ്രകടമാവുന്ന രീതികളാണ്. അല്ലെങ്കിൽ പല തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തുന്നു. ഭഗവാന്റെ കാരുണ്യം ഗുരുവായിട്ട്, സാധു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തർ, 3 ശാസ്ത്രം. അപ്പോൾ ഗുരു സാധു ശാസ്ത്രമാണ് നമുക്ക് വെളിച്ചം പകർന്നു തരുന്നത്. ഇതില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? ഇപ്പോൾ ഇത് ഉണ്ടായിട്ടും എത്ര ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്? അപ്പോൾ ഭഗവാന്റെ മഹാകൃപയാണ് നമ്മളിൽ ചൊരിഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തോ ഒരു ചെറിയൊരു താല്പര്യം തോന്നി അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ അതങ്ങനെ ഇതിനും നല്ലൊരു കാര്യം നടക്കാനില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ശ്ലോകം 10 നോക്കാം. കാമസ്യ നേന്ദ്രിയാ പ്രീതിർ ലാഭോ ജീവേത യാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യശ്ചേഹ കർമ്മഭി. വേണുഗോപാൽ പ്രഭു ഉണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. രത്ന മാതാജി ഉണ്ടോ? कृष्ण हरे कृष्ण प्रभु जी. ओम नमो भगवते वासुदेवाय. कामस्येन्द्रिय प्रीतिर लभो जीवदे यावद जीवस्य तत्वजिज्ञासनार्थो
യശ്ചേക കർമ്മഭി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർ കി ജയ. ജീവിത അഭിലാഷങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ സുഖത്തിലേക്ക് നയിക്കപ്പെടരുത്. ആരോഗ്യകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ ആത്മരക്ഷ മാത്രമേ ഒരാൾ ആഗ്രഹിക്കാവൂ. കാരണം ഒരു മനുഷ്യൻ പരമസത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നും ഒരാളുടെ പ്രവൃത്തികളുടെ ലക്ഷ്യമാകരുത്. ഹരേ കൃഷ്ണ. അടുത്ത ഇൻസ്ട്രക്ഷൻ, താങ്ക് യു മാതാജി. അടുത്ത ഇൻസ്ട്രക്ഷൻ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക, തലയിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണ് തുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് പഠിച്ചു. ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് എന്താ നോക്കൂ. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേത യാവത. എന്താ പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഓരോരുത്തർക്കും പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ, നമുക്കുള്ള ആഗ്രഹങ്ങൾ എന്താ പറയുന്നത്? കാമസ്യ അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രീതിക്കാവരുത് എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ ഇല്ലാതെയുള്ള ആരുമില്ല. ആഗ്രഹങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹമാണെങ്കിൽ അത് പാടില്ല എന്നാണ് പറയുന്നത് ഭാഗവതം പറയുന്നു. നേരെ മറിച്ച് ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടോ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യുവാനോ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാനോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വളരെ നല്ലതാണ്, പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വേണം, എന്നാൽ തന്നെയാണ് പുരോഗതി ഉണ്ടാവുള്ളൂ. എന്നാൽ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ വേണ്ട എന്നാണ്, പാടില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. പാടില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് എന്താ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ മെയിൻ്റെനൻസിന്, ഈ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മിനിമം ആയിട്ടുള്ള ആഗ്രഹങ്ങളെ പാടുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തെ നിലനിർത്തണം, എന്നാലേ നമുക്ക് ഭക്തി സേവനങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ശരീരം ആരോഗ്യമുള്ളപ്പോഴാണ് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നത്. ആരോഗ്യമുള്ള സമയത്താണ് നമുക്ക് ഭാഗവതം ക്ലാസ്സിലിരിക്കാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, പഠിക്കാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് വരുമാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, അത് കഴിക്കുന്ന ഭക്ഷണം ഭഗവാനെ സമർപ്പിച്ച് പ്രസാദം കഴിക്കുന്നു. ഭഗവാന് പല സർവീസസ് നമ്മൾ ചെയ്യുന്നു, അതിന് പൈസ ആവശ്യമുണ്ട്. പല ധാമിലേക്കും പല യാത്രകൾ പോകുന്നു, പൈസ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പൈസയും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കുക. അത് ഒരു കാര്യം. അപ്പോൾ ഇവിടെ ശ്ലോകം പറയുന്നത്, ഭാഗവതം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, അതായത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻ നമുക്ക് വേണോ, അത് ആഗ്രഹിക്കാം. അതിനപ്പുറത്തൊന്നും പാടില്ല. അതിനപ്പുറത്ത് നമ്മുടെ ആഗ്രഹം മുഴുവനും ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. മിനിമം ആഗ്രഹിക്കുക, നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടി, നമ്മുടെ സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ജീവസ്യ തത്വജിജ്ഞാസ. അപ്പോൾ ഇവിടെ പറയുന്നത് ലാഭ ജീവേത്. അതാ ജീവേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിക്കാനുള്ളത്, മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതിന് കൊട്ടാരം വേണമെന്നില്ല. 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ആവശ്യമില്ല നമുക്ക് ജീവിക്കാൻ. അതേപോലെ എല്ലാ ദിവസവും ഛപ്പൻ ഭോഗ പ്രസാദം ആവശ്യമില്ല, ഒരു കിച്ചടി ആണെങ്കിലും ജീവിക്കാം, അല്ലേ? അപ്പോൾ ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹമാക്കി മാറ്റുക. മറ്റേ കാര്യം ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മിനിമമായിട്ട് എന്ത് വേണോ അത് മാത്രം ആഗ്രഹിക്കുക, അത് മാത്രം ചെയ്യുക, അതിനപ്പുറത്തൊന്നും ചിന്തിക്കാതിരിക്കുക. മനോഹരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അതാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നു. അല്ലാതെ മറ്റുള്ള ലോകം മുഴുവൻ ഓടുന്ന പോലെ ഓടാൻ പാടില്ല. ഇന്ദ്രിയ സുഖഭോഗങ്ങളല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങളല്ല. ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി, ഒരു മനുഷ്യനായി മാറുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ധർമ്മേന ഹീന പശുപി സമാന, നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു.
പരമമായിട്ടുള്ള ധർമ്മം എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളത് സെൽഫ് പ്രിസർവേഷന് വേണ്ടി, നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മിനിമം ചെയ്യുക, അത് ആവശ്യമാണ്, മിനിമം ചെയ്യുക, മുന്നോട്ട് പോവുക. കൂടുതൽ ആഗ്രഹങ്ങളില്ലാതിരിക്കുക, നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. നമ്മളായിട്ട് ഇനി അതും ആ ഒരു ശ്ലോകം വരുന്നുണ്ട് ഭാഗവത്തിൽ പിന്നീട്. അതായത് നമുക്ക് വരാനുള്ളത് വരും. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മം അനുസരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന എന്ത് ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളാവട്ടെ അതെല്ലാം ഓൾറെഡി നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അത് വരും. ഓൾറെഡി അത് കർമ്മത്തിൽ ഉണ്ടെങ്കിൽ, ആ നമ്മുടെ കർമ്മഫലത്തിൽ ഉണ്ടെങ്കിൽ അത് വന്നിരിക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും വരില്ല. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല. അതാണ്. അപ്പോൾ സമയം നമുക്ക് അതിനു വേണ്ടി കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. വരാനുള്ളത് വന്നിരിക്കും, ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കാലത്ത് മുതൽ രാത്രി വരെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം പ്രയത്നിക്കരുത് എന്നുള്ളതല്ല. അത് വേറൊരു തരത്തിലെടുക്കരുത്. ഇതൊക്കെ ഭാഗവതം നമുക്ക് പല ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. അതിനെ എക്സ്ട്രീം കാര്യമാക്കിയിട്ട് നമ്മൾ മാറ്റരുത്. ഭാഗവതം പറയുന്നു ഭക്തർക്ക് എല്ലാ ക്വാളിറ്റീസും കിട്ടും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭക്തിയുത സേവനങ്ങൾ ചെയ്താൽ ജ്ഞാനവും വൈരാഗ്യവും ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് ജ്ഞാനം ഓട്ടോമാറ്റിക്കലി വരും, അതുകൊണ്ട് ഞാൻ ഭാഗവതം പഠിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ഇടിത്തരമാണ്. അങ്ങനെയല്ല ഭാഗവതം പറയുന്നത്. അതേപോലെ നമ്മൾ പറയുന്നു, ഇപ്പോൾ ഇവിടെയും വേറെ സ്ഥലങ്ങളിലും പറയുന്ന പോലെ മിനിമം വേണ്ട കാര്യങ്ങൾക്ക് വേണം നമ്മൾ ചെയ്യുക കാര്യങ്ങൾ. മാത്രമല്ല വേറെ സ്ഥലത്തും ഭാഗവത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ വന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ കൂടുതൽ സമയം പോകുന്നത് അവിടെയാണ്. കൂടുതൽ നേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകിലാണ് നമ്മുടെ സമയം നമ്മൾ പാഴാക്കുന്നത്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള എന്ത് നേട്ടങ്ങളാവട്ടെ അത് നമുക്ക് എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ കർമ്മം അനുസരിച്ച് അത്രയേ വരാൻ പോകുന്നുള്ളൂ. അതൊരിക്കലും കൂടാൻ പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, അതിൻ്റെ കണക്കേ വ്യത്യാസമുണ്ട്. അത് ഈ ഒരു അക്കൗണ്ടിൽ വരുന്ന സംഭവമല്ല, അതിൻ്റെ വേറെ അക്കൗണ്ടാണ്. ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക, കൂടുതൽ ആഗ്രഹിക്കുക, അത് വളരെ നല്ലതാണ്. പിന്നെ അത് കണ്ടിന്യൂഷൻ, അത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്, ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കർമ്മം അനുഭവിക്കാൻ ആ റിയാക്ഷൻ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ധനമായിരിക്കാം, പേരാവാം, പ്രശസ്തിയാവും, ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു സമയം കഴിഞ്ഞാൽ അത് പോകും നമ്മളിൽ നിന്നും. കാര്യം അത് പെർമനൻ്റ് അല്ല, അതാണ് വ്യത്യാസം. അപ്പോൾ സമയം കളയാനില്ല അതിന് വേണ്ടി. ഈ ഒരു കാര്യമാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്. എങ്ങനെ വിചാരിക്കരുത്? അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ നടന്നോളും, വരാനുള്ളത് വരില്ലേ. അത് വീണ്ടും ഒരു എക്സ്ട്രീമായിപ്പോയി. അങ്ങനെയല്ല, ചെയ്യാനുള്ള ജോലികൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ മടി കൂടാതെ നമ്മൾ ചെയ്യണം. ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ചെയ്യണം. അത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. കാര്യം ഭഗവാന്റെ സേവനമാണെന്ന് ധരിച്ച് തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ശമ്പളം കൂടുതൽ, ഇപ്പം 4-5 കൊല്ലം കഴിഞ്ഞിട്ട് പ്രൊമോഷനില്ല, ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ല, ചിലവുകളാണെങ്കിൽ കൂടി വരുന്നു. ആ സമയത്ത് നമുക്ക് ഉള്ളിൽ തോന്നുന്നു കുറച്ചും കൂടി ശമ്പളം ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം എല്ലാത്തിൻ്റെയും പൈസ കൂടി, വാടക കൂടി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടുന്നു, ശമ്പളം മാത്രം കൂടുന്നില്ല, ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കും കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു. ആ ചിന്ത കുഴപ്പമില്ല, കാര്യം നമ്മുടെ പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു 5-6 വർഷമായിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം കൺസിഡർ ചെയ്തൂടെ എന്നുള്ളത് നമ്മുടെ മാനേജറിനോടോ അല്ലെങ്കിൽ ബോസിനോടോ ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ആവശ്യത്തിന് നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ആളുകളാണ് ഇവിടെ. ഈ ലോകം മുഴുവനും ചൂഷണം ചെയ്യും നമ്മളെ. നമ്മൾ ചോദിക്കാതിരുന്നാൽ ആരും തരാൻ പോകുന്നില്ല, അത് വേറെ പ്രശ്നം. ഈ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. പക്ഷേ അത് ആവശ്യത്തിന് മാത്രമല്ല, കുറച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ട് നടക്കാതെ വന്നാൽ കഴിഞ്ഞു. അപ്പോൾ വിചാരിക്കുക ഭഗവാന്റെ നിശ്ചയം ഇതാണ്, ഇത്രയേ ഉള്ളൂ, ഇത്രയേ എനിക്ക് കിട്ടാനുള്ളൂ. ഞാൻ ട്രൈ ചെയ്യാനുള്ളത് ചെയ്തു, ഇത്രയേ എനിക്ക് സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഓക്കെ, നോ പ്രോബ്ലം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ വീണ്ടും അതിൻ്റെ പുറകെ നടന്ന് വീണ്ടും സമയം കളഞ്ഞ് നമ്മുടെ എല്ലാ ഊർജവും നമ്മുടെ സമയവും എല്ലാം നമ്മൾ അതിനു വേണ്ടി പാഴാക്കി അവസാനം റിസൾട്ടാണെങ്കിൽ റിസൾട്ടും ഇല്ല. അപ്പോൾ നമ്മൾ ഡിപ്രഷനിലാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിന് സ്മാർട്ട് ആവേണ്ട സ്ഥലത്ത് സ്മാർട്ടായിരിക്കണം. കൃഷ്ണഭക്തർ
വളരെ വിനയമുള്ള ആൾക്കാരായിരിക്കണം, വളരെ സഹിഷ്ണുതയുള്ള ആൾക്കാരായിരിക്കണം. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഈ ലോകം അപകടം പിടിച്ച ലോകമാണ്. ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യും. ചൂഷണം ചെയ്യാനുള്ള പാത്രമായി മാറരുത് നമ്മൾ. അവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കണം. അതൊരു തെറ്റല്ല. അത് വേണം എന്ന് തന്നെയാണ് പറയുക. അത് വേണ്ട കാര്യമാണ്. പക്ഷേ ഓർക്കുക, അതായത് അത്യാഹാര പ്രയാസശ്ച പ്രജൽപ്പോ നിയമാഗ്രഹ, ഇത് ഉപദേശാമൃതത്തിൽ വരുന്നതാണ്. അവിടെ അത്യാഹാര എന്ന് പറയുന്നുണ്ട്. അത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കാര്യം മാത്രമല്ല, ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. അത്യാഹാരം എപ്പോഴും പ്രഭുപാദ് പറയുന്നൊരു ഉദാഹരണമാണ്. അതായത് ഒരു ചാക്ക് നമുക്കറിയാം, അരിച്ചാക്ക് നമ്മൾ വണ്ടി ഒരു ടെമ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നാടുകളിൽ നടക്കുന്നതായിരിക്കും. ടെമ്പോ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ മുഴുവനും അരിച്ചാക്കാണ്, അതിൽ മുഴുവനും കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ചാക്ക് താഴെ വീഴുക. വണ്ടി പോയി, പിന്നെ വണ്ടി പോയി, അവർ ശ്രദ്ധിച്ചിട്ടുമില്ല, ആരും അറിഞ്ഞിട്ടില്ല വീണ കാര്യം. അരിച്ചാക്ക് താഴെ വീഴുന്നു റോട്ടിൽ. താഴെ വീഴുമ്പോൾ ചാക്ക് പൊട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് അരി പുറത്ത് വന്നു, കുറച്ച് അരിയൊക്കെ പുറത്തേക്ക് വന്നു. മുഴുവനും വന്നിട്ടുമില്ല, കുറച്ചൊക്കെ പുറത്തേക്ക് തെറിച്ചു. ആ സമയത്ത് കുറച്ച് പക്ഷികളൊക്കെ ചിലപ്പോൾ വന്ന് ആ അരി കഴിക്കും. ഇപ്പോൾ ഒരു പക്ഷി വരും, 2 പക്ഷി വരും, ചിലപ്പോൾ 10 പക്ഷി വരും. എല്ലാവരും വന്ന് പുറത്തുള്ള അരി എന്തൊക്കെയാണോ അവർക്ക് ആവശ്യത്തിനുള്ളത് അവർ കഴിക്കും. അത് കഴിഞ്ഞ് അവർ പറന്നു പോകും. എന്നാൽ ഒരു മനുഷ്യൻ അവിടെ വരുവാണെങ്കിൽ, നമ്മളെപ്പോലുള്ള ഒരാൾ അവിടെ പോവുകയാണെങ്കിൽ, ഇത് കാണുവാണെങ്കിൽ എന്താണ് ആലോചിക്കുക? ആദ്യം തന്നെ ആലോചിക്കുക, ഈ ചാക്ക് എങ്ങനെയെങ്കിലും എടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചാക്കിൽ അരി മുഴുവൻ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കും? ഇത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് ഇനി ഒന്നും വാങ്ങിക്കേണ്ട, റേഷൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കേണ്ട. ഇതാണ് പ്രശ്നം. അപ്പോൾ പക്ഷികളും മൃഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു കാര്യം. അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം അവർ കഴിക്കും. അത് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും അവർ കഴിക്കില്ല. നമ്മളെങ്ങനെയാണ്? നമ്മൾ കഴിക്കാൻ പറ്റുന്നത് മാക്സിമം കഴിക്കും ഇതുവരെ. അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കും. അത് 3 ദിവസം ഓടിക്കും. ഇല്ലെങ്കിൽ അത് ഇപ്പോൾ അരിയുടെ കേസാണെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ നോക്കും. ഫ്യൂച്ചർ എന്ന് വിചാരിച്ച്. പക്ഷേ അത് നമുക്ക് അർഹതപ്പെട്ടതാണോ? അത് വഴിയിൽ പോകുന്നത് വീണതാണ്. നമുക്കുള്ളതല്ല അത്. നമുക്കുള്ളതാണെങ്കിൽ അത് വേറെ വഴിക്ക് വരും. അത് പോയി എടുക്കുന്നത് തന്നെ തെറ്റാണ് ശരിക്കും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ല. ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കുരുത്തക്കേടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രഭുപാദ് പറയുന്ന ഉദാഹരണമാണ്. മനുഷ്യരാണെങ്കിൽ ആ ചാക്ക് മുഴുവൻ എടുത്തുകൊണ്ട് വന്ന് നോക്കും. പക്ഷികളാണെങ്കിൽ അവർ കഴിച്ചിട്ട് അവർ എത്ര കൂടുതൽ അവിടെ ഉണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ചിന്തിക്കുന്നില്ല. ഇതാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അറുതിയില്ല, ഒരു അവസാനമില്ല. എത്രയായാലും കിട്ടിയാലും അത്യാഹാരം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കും. ഇനി അത്യാഹാര പ്രയാസശ്ച, രൂപഗോസ്വാമി പറയുന്നു, പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രയത്നം ആവശ്യമുണ്ട്. ഇത് ഉഗ്രപ്രയത്നം, ഉഗ്രകർമ്മം എന്ന് പറയും. ഉഗ്രകർമ്മം എന്ന് പറഞ്ഞെങ്കിൽ ആവശ്യത്തേക്കാൾ കൂടുതൽ 13 മണിക്കൂർ, 15 മണിക്കൂർ, 18 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർ ടൈം വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി. ആകെ വീട്ടിൽ വരുന്നത് 5 മണിക്കൂറാണ്. അതിൽ 4 മണിക്കൂർ ഉറങ്ങാനുണ്ട്, 1 മണിക്കൂർ കുളിക്കാനും ബാക്കി ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞു. അടുത്ത ദിവസം നേരെ എഴുന്നേറ്റ് പോകുന്നു. ഇതന്നെ എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നു. ഇത് ഉഗ്രകർമ്മം എന്ന് പറയും തന്നെ. അതായത് പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രയത്നം എടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള ഈ പ്രയത്നം ഭഗവാന്റെ സർവീസിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മൾ കൈയടിക്കും. അവരുടെ കഴുത്തിൽ നമ്മൾ ഹാരം അണിയിച്ചു കൊടുക്കും. ഭഗവാന്റെ സർവീസ് ചെയ്യാനുള്ള അത്രയും
ശുഷ്കാന്തിയുണ്ടോ, അല്ലെങ്കിൽ അത്രയും ഉത്സാഹമുണ്ടോ, അത്രയും അവർ പ്രയത്നിക്കുന്നുണ്ടോ, രാത്രി മുഴുവനും അല്ലെങ്കിൽ പകൽ മുഴുവനും, അതായത് സമയം പാഴാക്കാതെ 4-5 മണിക്കൂറുള്ളത് അത് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിക്കാനും ഉറങ്ങാനും ഒക്കെ ഉപയോഗിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കുന്നുണ്ടോ, ബെസ്റ്റാണ്. നേരെ മറിച്ച് അത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ അത് ശ്രമ ഏവഹി കേവലം. അതേപോലെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ധർമ്മം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രഭുപാദ് വേറൊരു ഉദാഹരണം ഇവിടെ പറയുന്നു ഇന്ദ്രിയങ്ങളെക്കുറിച്ച്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ മാത്രം പറഞ്ഞു. അതിനുവേണ്ടി മാത്രം, അല്ലാതെ അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ഏത് ഇന്ദ്രിയമാവട്ടെ. എന്നിട്ട് പ്രഭുപാദ് ഇവിടെ പറയുന്ന ഇന്ദ്രിയത്തിൻ്റെ ഉദാഹരണം നമ്മുടെ ജനനേന്ദ്രിയത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്നു, വിവാഹം കഴിക്കുന്നത്, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നത് നല്ലൊരു കൃഷ്ണാവോധത്തിലുള്ള ഒരു ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവും, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കേണ്ടത്, അല്ലാതെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ ഗർഭധാന സംസ്കാരം ചെയ്യണം എന്നുള്ളത്. ഗർഭധാന സംസ്കാരത്തിൻ്റെ പ്രസക്തി എന്താണ്? ഗർഭധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നേക്കാൾ മുമ്പ്, ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് വരുന്നേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഭഗവാനെ സേവിക്കലും നാമജപവും കുറേ കാര്യങ്ങൾ സംസ്കാരത്തിൽ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അത് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു നല്ലൊരു ആത്മാവിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, മകനായിട്ടോ മകളായിട്ടോ. അപ്പോൾ ഈ ഗർഭധാന സംസ്കാരങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി, അങ്ങനെയാണ് ഒരു സ്ത്രീയും പുരുഷനും കുട്ടികളെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ആത്മാവിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നല്ല ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയുത സേവനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭക്തരുടെ ഒരു സോൾ. ഭക്തൻ്റെ സോൾ എന്ന് പറഞ്ഞാൽ സോള് എല്ലാവരുടെയും ഒരേപോലെയാണ്. ഇപ്പം നമ്മുടെ ആത്മാവ് എല്ലാവരുടെയും ഒരേപോലെയാണ്. പക്ഷേ ആത്മാവിൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടെയുണ്ട്. എന്തൊക്കെയാണ്? മനസ്സ്, മിഥ്യാഹങ്കാരം, ബുദ്ധി, സൂക്ഷ്മ ശരീരം കൂടെയുണ്ട്. അത് ഈ ഭൗതിക ലോകത്തിൽ ആത്മാവ് എവിടെ പോകുന്നു കൂട്ടത്തിൽ ഈ സൂക്ഷ്മ ശരീരം കൂടെയുണ്ട്. നമ്മൾ മരിച്ചാലും ശരീരം നശിക്കുന്നു, ആത്മാവിൻ്റെ കൂടെ സൂക്ഷ്മ ശരീരം മൂന്നും പോകുന്നുണ്ട്. അപ്പോൾ നല്ല ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അപകടമില്ലാത്ത, മനസ്സൊക്കെ കുറച്ച് ശാന്തമായിട്ടുള്ള, മനസ്സിലധികം അനർത്ഥങ്ങളില്ലാത്ത, ഭക്തിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ഒരുപാട് ആത്മാക്കളുണ്ട്. അവർ ഇനിയും ഭക്തിയുത സേവനങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അതിനുള്ള അവസരം, അല്ലെങ്കിൽ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട്, അതായത് ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നല്ലൊരു കുടുംബത്തിൽ ജന്മം കിട്ടുന്നു. അത് ആദ്യത്തെ കാര്യം പറയുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, കുറച്ച് നമ്മൾ ചെയ്തു പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അങ്ങനെയുള്ളവർക്ക് ശ്രീമതാം ഗേഹെ, അതായത് വളരെ നല്ല കുടുംബത്തിൽ ജനിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നു. ആ കുടുംബത്തിൽ ജനിക്കുമ്പോൾ പിന്നീട് അവർക്ക് അവിടെ നിന്ന് ഭക്തിയുത സേവനങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു. അത് ഒരു കാര്യം പറയുന്നു. രണ്ടാമത്തെ കാര്യം ഭഗവത്ഗീത പറയുന്നു, അടുത്ത ശ്ലോകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. പറയുന്നു, കുറേ കാലങ്ങൾ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു, പക്ഷേ അവസാനം നമ്മൾ അത് പൂർത്തിയാക്കാൻ അപ്പോഴും പറ്റിയില്ല. അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, ആത്മാക്കൾ പരിശുദ്ധ ഭക്തരുടെ കുടുംബത്തിൽ ജനിക്കുന്നു, ഗോസ്വാമിമാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ അവിടെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ, പിന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഗർഭധാന സംസ്കാരത്തിലൂടെ നമ്മൾ ക്ഷണിക്കുന്ന നല്ല ആത്മാക്കളെ, നല്ല സൂക്ഷ്മ ശരീരമുള്ള നല്ല ആത്മാക്കളെയാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയുള്ളവർ വരുമ്പോൾ എന്തുകൊണ്ട് വിളിക്കുന്നു? കാര്യം നമ്മൾ ആക്ച്വലി ഭഗവാന്റെ ഒരു സർവീസ് ചെയ്യുകയാണ്. ഇത് വളരെ ഇതൊക്കെ വെറുതെ സയൻസ് അല്ല, ഇത് സയൻസാണ്. ശ്രദ്ധിച്ചു നോക്കൂ.
ഭഗവാന്റെ ആഗ്രഹം എന്താണ്? നമ്മളെല്ലാവരെയും, ഈ ഭൗതിക ലോകത്തുള്ള എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളത്. ആ കാര്യത്തിന് വേണ്ടി ഭഗവാൻ അവതാരങ്ങൾ എടുത്ത് വരുന്നു, നമ്മളെ ആകർഷിപ്പിക്കുന്നു. അതൊരു കാര്യം. രണ്ടാമത് അദ്ദേഹം ആചാര്യന്മാരെ വിടുന്നു, ഗുരുജനങ്ങളെ വിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭഗവാന്റെ ആഗ്രഹത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഭഗവാന്റെ ഒരു ദൗത്യമുണ്ട്, അതിനെ സഹായിക്കാനാണ് ആചാര്യന്മാർ വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഗർഭധാന സംസ്കാരത്തിലൂടെ എന്താണ്? അങ്ങനെ ഭക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ആത്മാക്കളെ നമ്മൾ ക്ഷണിക്കുകയാണ് മക്കളായിട്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പ്രോമിസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൃഷ്ണാവബോധത്തിൽ ഞാൻ വളർത്തും. കൃഷ്ണാവബോധത്തിൽ ഞാൻ വളർത്തും എന്നുള്ളൊരു പ്രതിജ്ഞ കൂടെ ഗർഭധാന സംസ്കാരത്തിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആത്മാവ് വരുന്നു, നമ്മൾ കൃഷ്ണാവബോധത്തിൽ വളർത്താൻ വേണ്ടി കുട്ടി പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന സർവീസാണത്. കാര്യം ആ ആത്മാവിനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭഗവാന് വേണ്ടി ചെയ്യുന്നൊരു സർവീസാണത്. ചിന്തിച്ചു നോക്കൂ. ഇതിന് വേണ്ടി ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ. അല്ലാതെ ഇന്ദ്രിയ സുഖങ്ങളല്ല അവിടെ. ഇന്ദ്രിയ സുഖങ്ങളാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ നോക്കുന്നുള്ളൂ. ആളുകൾക്കൊന്നും അറിയില്ല. എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഞാനും കല്യാണം കഴിക്കുന്നു. എല്ലാവർക്കും കുട്ടിയുണ്ടോ, എനിക്കും കുട്ടി വേണം. എല്ലാവരും പല്ല് തേക്കുന്നു, എല്ലാവരും കുളിക്കുന്നു, അതുകൊണ്ട് ഞാനും കുളിക്കുന്നു, ഞാനും പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെയാണത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ? 16 സംസ്കാരങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് തുടക്കം ഗർഭധാന സംസ്കാരമാണ്. അവിടെ നിന്ന് മരിച്ച ശ്രാദ്ധം വരെയുള്ള സംസ്കാരങ്ങളുണ്ട് ഓരോ സ്റ്റേജസിൽ. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ വേദങ്ങളിൽ പറയുന്നത് വെറുതെയല്ല, നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. അതൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പ്രഭുപാദ് ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ ഫാമിലി പ്ലാനിങ് അതായത് കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നത് ആക്ച്വലി ഇവിടെ പോപ്പുലേഷൻ കൂടിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവാൻ എല്ലാവർക്കും വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ പോപ്പുലേഷൻ ഒരിക്കലും കൂടുന്നില്ല. കാര്യം ജീവാത്മാക്കൾ മഹാവിഷ്ണു സൃഷ്ടിക്കുന്ന സമയത്ത് ഓൾറെഡി ഉണ്ട്. അത് ശരീരത്തിൽ ഇരിക്കുന്നുണ്ടോ ശരീരം ഇല്ലാതിരിക്കുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യം. അല്ലെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അവരെവിടെയെങ്കിലും ആളുകൾ പല സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ ഓൾറെഡി പോപ്പുലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറേ പേര് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴും ആളുകൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അത്രയും കാര്യം എണ്ണമില്ലാത്ത അത്ര ജീവാത്മാക്കളുണ്ട് ഇവിടെ. നമുക്ക് ഒരു കണക്കിൽ കൊണ്ടുവരാൻ പറ്റാത്ത അത്ര. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ടല്ല ഇവിടെ പ്രോബ്ലം വരുന്നത്. ഭൂമിക്ക് ഭാരം വരുന്നത് അധർമ്മികൾ വരുമ്പോഴാണ്. അധർമ്മം ചെയ്യുന്ന ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഭൂമിക്ക് ഭാരമായി മാറും. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രഭുപാദ് പറയുന്നു, ഇന്ദ്രിയ സുഖങ്ങളല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഭഗവാന്റെ സർവീസായിട്ട് ചെയ്യേണ്ടതാണ്, ഭഗവാന്റെ സേവനങ്ങളായിട്ട് ചെയ്യേണ്ടതാണ്. അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ കുട്ടിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നല്ലൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുന്നു. ഗർഭധാന സംസ്കാരത്തിലൂടെ ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയെ നല്ല രീതിയിൽ കൃഷ്ണാവബോധത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു, ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു പ്രായമാവുന്നവരെ അവർക്ക് ആ ഒരു സ്വന്തമായിട്ട് മെച്യൂരിറ്റി വരുന്നവരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെയും ജോലി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ മരിക്കുന്നവരെ അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം അച്ഛനും അമ്മയ്ക്കും ഒരു വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ലൈഫുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫായി. അപ്പോൾ അങ്ങനെയാണ് ഓരോ സ്റ്റേജസും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ശരിക്കും. അപ്പോൾ ഇതെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രഭുപാദ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഭാഗവതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. 2ാമത്തെ അധ്യായമായി ആയിട്ടുള്ളൂ, പക്ഷേ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എല്ലാം ഭഗവാന്റെ മഹാകൃപയാണ്. അതുകൊണ്ട് പറ്റുന്ന പോലെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടാവും, എനിക്കിപ്പോൾ 70 വയസ്സായി, 65 വയസ്സായി, ഇനി ഗർഭധാന സംസ്കാരം അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല, എങ്ങനെയായി? വിഷമിക്കേണ്ട, കഴിഞ്ഞു. ഇനി ദയവ് ചെയ്ത് അങ്ങനെ ആഗ്രഹിക്കരുത്. ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ ഗർഭധാന സംസ്കാരം ചെയ്യും, അതുകൊണ്ട് നല്ല കുട്ടിയെ, നല്ല ആത്മാവിനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മൾ ഒന്നാമത് അങ്ങനെ, രണ്ടാമത് ഇവിടെ ഭൗതിക ലോകത്തിൽ ഒന്നുകൂടെ ജനിക്കുക എന്ന് പറയുന്നൊരു ചിന്ത തന്നെ വേണ്ട നമുക്ക്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു.
നമ്മൾ പറയുന്നത് ഇനി സാധിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗൈഡൻസ് കൊടുക്കാം, അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്നു. കൂട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പാസ്റ്റാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കഴിഞ്ഞത് പോക്കോട്ടെ, ഇന്ന് മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക, ഭഗവത് സേവനങ്ങൾ ചെയ്യുക, അതും മുന്നോട്ട് പോവുക. ഈ ഒരു ലോകത്തു നിന്ന് രക്ഷപ്പെടാൻ ഉള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. വീണ്ടും ഇവിടെ ജനിച്ച് ചില ആളുകൾക്ക് ഉള്ളൊരു സംശയവും, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഭഗവാന് ഞാൻ പാടിക്കൊടുക്കാമായിരുന്നു, കീർത്തനങ്ങൾ ചൊല്ലാമായിരുന്നു, അപ്പം അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടി ജന്മമെടുത്താലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു ഗുരു പറഞ്ഞു, ആചാര്യൻ പറയുന്നുണ്ട്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അത് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു, അത് ഓൾറെഡി നമുക്കുണ്ട്. ഇനി അത് കൂടുതലായിട്ട്, അതായത് കഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകളോ എന്ത് വേണമെങ്കിലും ആവട്ടെ, സേവനങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ എന്ത് വേണമെങ്കിലും. ചില ആളുകൾ വിചാരിക്കും, എനിക്ക് പാട്ട് പാടാൻ അറിയെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ അറിയെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ അത് അറിയെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ആഗ്രഹങ്ങൾ നല്ലതാണ്. സാധിക്കുമെങ്കിൽ, നമ്മുടെ ശ്രമം കൊണ്ട് സാധിക്കുമെങ്കിൽ, പഠിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ബെസ്റ്റാണ്, നല്ലതാണ്. പക്ഷെ അത് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആവശ്യത്തിനുള്ള എല്ലാ സ്കില്ലുകളും എല്ലാ കഴിവുകളും ഭഗവാൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയി നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാം. 11ാമത്തെ ശ്ലോകം കുറച്ച് സമയം എടുക്കും ഡിസ്കസ് ചെയ്യാൻ. ഇന്നലെ ഒരു ഡിവോട്ടി ഓൾറെഡി ചോദിച്ചിരുന്നു, ബ്രഹ്മൻ പരമാത്മ ഭഗവാൻ എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നതാണ് അടുത്ത ശ്ലോകം. അപ്പോൾ ഇന്നും നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഭാഗവതത്തിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹൃദയത്തിൽ നമ്മൾ അതിനെ ഉറപ്പിക്കുക. എന്നിട്ട് ഭഗവാനും ഗുരുജനങ്ങളും ശാസ്ത്രവും പറയുന്നതനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ജീവിതം സാക്ഷാത്കാരമാക്കാൻ നോക്കുക. ഭഗവത് സാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ग्रंथरा श्रीमद् भागवतम की जय, जगतगुरु श्री प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, शचिनंदन श्री गौर हरि की जय, गौड़ीय गुरु वृंद की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्री राधे. हरे कृष्ण. जय श्री आनंद बच्चन स्वामी. ആൻസർ ഒന്നും ഇല്ല. നാളെ അടുത്ത പരിപാടി 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ वैष्णवेभ्यो नमो नमः. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन की, हरे कृष्ण महामंत्र की, श्रील प्रभुपाद की जय, श्री अनंत स्वामी की जय. हरे എല്ലാവർക്കും ശുഭരാത്രി. ഹരേ കൃഷ്ണ. പ്രഭുജി റെക്കോർഡായത് എവിടെ? റെക്കോർഡ് ചെയ്തത് ഗ്രൂപ്പില് ഇടാം. ഗംഗോത്രിയിലുണ്ടാവും, ഗംഗോത്രി ഗ്രൂപ്പില് ഉണ്ടാവും റെക്കോർഡ്. ആഡ് ചെയ്യോ? അത് റെക്കോർഡ് ചെയ്ത ഉടനെ ഇടാം കേട്ടോ. ആദ്യം മുതലുള്ളത് വേണേ പ്രഭുജി, ആദ്യം മുതലുള്ളത് വേണേ. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.